എന്നുകൊണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ചട്ടിയിൽ നല്ല ഒരു മത്തി അങ്ങ് വറ്റിച്ചാലോ. അപ്പോൾ ഞാൻ ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഇട്ടു. അത് പിന്നെ മെൽറ്റായിട്ട് വെളിച്ചെണ്ണയായി മാറി. കാര്യം ഇത് ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ തണുപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതങ്ങ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ കുടംപുളി ഇത്ര ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതൊന്ന് ഒന്ന് ആ ഒരു എന്താ പറയുക, ഉള്ളിയൊക്കെ അങ്ങ് സെപ്പറേറ്റായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും അത് വഴറ്റുകയാണ് കേട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റ് അത് വീണ്ടും വഴറ്റണം. അതിന് ശേഷം ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു സ്ലറിയാണ് അതിനകത്തേക്ക് ഒഴിക്കുന്നത്. അതിനകത്തേക്ക് പാപ്രിക്കയുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഒരു പൊടിക്ക് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്ലറി പോലെ ആക്കി എടുത്തു. എന്നിട്ട് അതാണ് ഞാൻ ഈ വഴറ്റി വന്ന ഇതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്നല്ലോ അതിനകത്തേക്ക് ഇതൊഴിച്ചു. എന്നിട്ട് ഈ ഒരു എന്താ പറയണേ ഗ്രേവി ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കാൻ പറ്റുമോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറി പോലെ വേണമെങ്കിൽ ആക്കിയെടുക്കാം. പക്ഷേ എനിക്കിതൊന്ന് വറ്റിച്ചിട്ട് ഒരു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം എനിക്ക് ഇച്ചിരി എന്താ പറയണേ ലിക്വിഡി ആയിട്ട് വേണ്ട. അപ്പോൾ ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇതുപോലെ മത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ മത്തി ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ അല്ലേ. കാര്യം എങ്കിൽ മാത്രമേ ആ പുളിയും ഉപ്പും ഒക്കെ അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. കണ്ടോ. അപ്പോൾ രാത്രിയിലാണ് ഞാനിത് എടുത്തത്. ചപ്പാത്തിയുടെ കൂടെ മത്തി എടുത്തു, വറ്റിച്ച മത്തി എടുത്തു, പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഡിന്നറിനാണ് ഞങ്ങളിത് കഴിച്ചത്. ആക്ച്വലി ഏട്ടൻ മത്തിക്കറി കഴിച്ചില്ല, പക്ഷേ ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാര്യം നാട്ടിലൊക്കെ നമ്മുടെ മത്തി ഇങ്ങനെ വറ്റിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഫ്ലേവറാണ് മത്തിക്ക് എപ്പോഴും. പിന്നെ ഫ്രൈ ഉണ്ടാക്കിയാൽ പിന്നെ പറയണ്ടല്ലോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മത്തി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.